നമസ്കാരം. ലോക രാഷ്ട്രീയവും സാമ്പത്തികവും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു നിർണായക വിഷയമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ആഗോള എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചുവെന്ന് നമുക്കറിയാം. റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങി ലാഭം കൊയ്തിരുന്ന ഇന്ത്യക്ക് ഇന്ന് അമേരിക്കയുടെയും നാറ്റോയുടെയും ഉപരോധ ഭീഷണി വരികയാണ്. ഈ പ്രതിസന്ധി എങ്ങനെ ഇന്ത്യയെയും പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസിനെയും ബാധിക്കും? റിലയൻസ് ഈ വെല്ലുവിളിയെ എങ്ങനെയാണ് നേരിടാൻ ഒരുങ്ങുന്നത്? അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിലുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് അമേരിക്കയും നാറ്റോയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ സിംഹഭാഗവും ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ സ്വകാര്യ എണ്ണ കമ്പനികളായ റിലയൻസും നയാരയും റഷ്യൻ എണ്ണയെ അവർ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. വിലക്കുറവിൽ കിട്ടുന്ന റഷ്യൻ എണ്ണ ആഭ്യന്തര ആവശ്യങ്ങൾക്കും സംസ്കരിച്ച് യൂറോപ്പിലേക്ക് കയറ്റി അയച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിനും ഇന്ത്യൻ കമ്പനികളെ സഹായിച്ചിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെയും മറ്റും ഉപരോധം ഭീഷണി വന്നതോടെ കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് തങ്ങളുടെ തന്ത്രം മാറ്റാനായി ഒരുങ്ങുന്നത്. മുമ്പ് ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ 2022 ശേഷമാണ് റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായി മാറിയത്. എന്നാൽ പുതിയ ഉപരോധ ഭീഷണി റഷ്യൻ എണ്ണയുടെ ലഭ്യതയെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നതോടെ റിലയൻസ് UAE ശ്രദ്ധ തിരിക്കുകയാണ്. ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് UAE മുന്തിയ ഇനം ക്രൂഡ് ഓയിലായ മർബൺ റിലയൻസ് വാങ്ങി തുടങ്ങി. റഷ്യൻ യൂറൽ ക്രൂഡിനേക്കാൾ വില കൂടുതലാണെങ്കിലും ഈ പുതിയ സാഹചര്യത്തിൽ ഇതൊരു മുൻകരുതലായ നടപടിയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നാണ്. നമ്മുടെ ആവശ്യത്തിന്റെ 35%. അമേരിക്കയുടെയും നാറ്റോയുടെയും ഭീഷണി ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ വെല്ലുവിളിയാണെങ്കിലും ഇന്ത്യക്ക് ആശങ്കയില്ലെന്നാണ് പെട്രോളിയം മന്ത്രിയായ ഹർദീപ് സിംഗ് പുരി പറയുന്നത്. ബദൽ മാർഗങ്ങൾ ഇന്ത്യയുടെ മുന്നിലുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മുൻപ് 27 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ 41 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് റഷ്യൻ എണ്ണയുടെ ലഭ്യത കുറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നാണ്. റഷ്യയുടെ എണ്ണ ഇറക്കുമതിയിൽ കുറവ് വന്നാൽ അതിന്റെ നേട്ടം പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഇറാഖ്, കുവൈത്ത് എന്നിവർക്കായിരിക്കും. കാരണം ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ ലോകത്തെ പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾ കൂടുതൽ ഈ രാജ്യങ്ങളെ ആശ്രയിക്കും. ഇത് അവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ അമേരിക്കയും യൂറോപ്പും ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ നോക്കിയപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് അത് ഒരു മുഴം മുന്നേ കണ്ട് അതിനൊരു മറുപടി തയ്യാറാക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.